ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ലൈക്കിലോട്ടെക്. ഇപ്പോൾ ഞാനുള്ളത് പാലക്കാട് കണ്ണാടിയിലുള്ള ലുലു മാളിലാണ്. അപ്പോൾ നമ്മളിന്ന് കാണാൻ പോകുന്നത് ഈ പാലക്കാട് ലുലുവിലുള്ള കാഴ്ചകളാണ്. അപ്പോൾ ഇവിടെ മെയിനായിട്ടും ഹൈപ്പർ മാർക്കറ്റാണ് ഉള്ളത്. അപ്പോൾ നമുക്കിവിടെ എസ്കലേറ്റർ കയറിയിട്ട് മേലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്ന് ലുലു മാളത്തെ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ വന്നത് ജാനുവരി മാസത്തിലായതുകൊണ്ട് തന്നെ പൊങ്കലിൻ്റെ ആഘോഷങ്ങൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള ഡെക്കറേഷൻസാണ് നമ്മൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞ് കണ്ടിട്ടുള്ള ഒരു സിനിമയിലുള്ള ലീഫ് വരെ ലീഫിൻ്റെ മോഡൽ വരെ കാണാൻ കഴിഞ്ഞു. മാത്രമല്ല, ഇവിടെ സൈഡിലായിട്ട് ട്രെൻഡ്സും മീട്രൻസൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ ഇപ്പം നല്ല ഓഫറുള്ള സമയമാണ്. കാരണം വെച്ചാൽ പൊങ്കലിൻ്റെ സമയം ആയതുകൊണ്ട് നല്ല ഓഫർ കിട്ടും. ഇവിടെ വന്നിട്ട് ക്ലോത്ത്സും ഷൂസും ബാഗ്സൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. ഈ ഫ്ലോറിൽ വന്നിട്ട് ആ കൂടി ഒരു സ്പായേ ഉള്ളൂ. നമ്മൾ കയറി ചെല്ലുമ്പോൾ അവിടെ ഒരു എസ്കലേറ്ററും പിന്നെ ഒരു ലുലു ഹൈപ്പർ മാർക്കറ്റും ഉണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റിനകത്ത് കയറുകയാണെങ്കിൽ കുറേ സാധനങ്ങളൊക്കെ വയ്ക്കാൻ പറ്റിയിട്ടുണ്ടാവും. ഇവിടെ നോക്കുകയാണെങ്കിൽ നമ്മൾ കുറേ ബുക്സ് ഉണ്ട്. ബുക്സിൻ്റെ സെക്ഷനിലാണ് ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെ കുറേ പ്ലേറ്റ്സും വിൽക്കുന്നുണ്ട്. പ്ലേറ്റ്സ്, കുക്കറൊക്കെ വിൽക്കുന്നുണ്ട് സ്ഥലമാണ്. മാത്രമല്ല, ഇവിടെ കുറേ സ്പൂണുകൾ വിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ സ്പൂണുകളുടെ ആ സെക്ഷനിലേക്കാണ് അടുത്തത് പോകുന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ മരത്തിൻ്റെ സ്പൂണും ഉണ്ട്, സ്റ്റീലിൻ്റെയും ഉണ്ട്. മാത്രമല്ല, ഇവിടെ നോൺ സ്റ്റിക്ക് തവയും പിന്നെ ഗ്രൈൻഡേഴ്സൊക്കെ ഉണ്ട്. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ പാത്രങ്ങളുടെ സെക്ഷനാണ് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത്. ഇപ്പോൾ കുറച്ചും കൂടി വന്നപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ഇവിടെ പല ടൈപ്പുള്ള പിക്കിളുകൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പല ടൈപ്പ് ഫ്രൂട്ടുകളുടെയും വെജിറ്റബിൾസിൻ്റെയും പിക്കിളാണ്. സൈഡിലേക്ക് പോകുമ്പോൾ സോൾട്ടഡ് ഫ്രൂട്ട്സും വെജിറ്റബിൾസാണ് വരുന്നത്. കുറച്ചും കൂടി പോകുമ്പോൾ ഫ്രൂട്ട്സ് മാത്രമായിട്ടും അതിൻ്റെ കൂടെ കുറച്ച് മസാല ചേർത്തൊക്കെ ഐറ്റംസ് വരുന്നുണ്ട്. ഇവിടെ ഗ്രാമും കിലോയ്ക്കൊക്കെ ആയിട്ട് നല്ല വില കുറവിനാണ് കൊടുക്കുന്നത്. മാത്രമല്ല, ഇത് കുറേ നേരം വെള്ളത്തിലിടുന്നതുകൊണ്ട് തന്നെ കുറച്ച് ജ്യൂസി ആയിട്ടുള്ള ഫീലിംഗ് കിട്ടും. മാത്രമല്ല, കുറച്ചുകൂടെ സൈഡിലേക്ക് വരുമ്പോൾ ഇവിടെ ക്രീംസിൻ്റെ ഐറ്റംസ് വരുന്നുണ്ട്. അതായത് മയോണൈസ്, സോസ്, അങ്ങനെ കുറേ സാധനങ്ങൾ വരുന്നുണ്ട്. നമുക്ക് ഭയങ്കര കുറച്ച് വിലയ്ക്ക് തന്നെ വാങ്ങിക്കാൻ പറ്റും. അപ്പം നമ്മൾ ആ സെക്ഷനിൽ നിന്ന് അടുത്ത സെക്ഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഇവിടെ നോക്കുകയാണെങ്കിൽ കുറേ ഫോറിൻ ചോക്ലേറ്റ്സും പിന്നെ നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ചോക്ലേറ്റ്സും വിൽക്കാൻ വെച്ചിട്ടുണ്ട്. മാത്രമല്ല, വലിയ പാക്കറ്റുകളിൽ ഓഫർ ഇട്ടിട്ടും വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നോക്കുകയാണെങ്കിൽ പല ടൈപ്പ് ഗ്രെയിൻസും ഓട്സൊക്കെ വിൽക്കുന്ന സ്ഥലമാണിത്. ഓട്സാണ് ഇവർ മെയിനായിട്ടും വിറ്റുകൊണ്ടിരിക്കുന്നത്. കുറച്ചങ്ങോട്ട് ചെല്ലുമ്പോൾ സ്മൂത്തീസും ഷേക്സൊക്കെ ഐസിലിട്ട് വെച്ചിരിക്കുന്നത് കാണാൻ കഴിഞ്ഞു. അത് വന്നിട്ട് നമുക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് അവരത് പുറത്ത് തന്നെ കുപ്പികളിലാക്കി വെച്ചിട്ട് അത് ഐസ് ഇട്ടിട്ട് മൂടി വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് അതിൻ്റെ തണുപ്പും പോകത്തില്ല. അതിൻ്റെ സൈഡിൽ പോകുമ്പോൾ വെറുതെ ഫ്രൂട്ട്സ് അരിഞ്ഞത് വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ കുക്കുംബറും സാലഡുകളൊക്കെ വിൽക്കുന്നുണ്ട്. ഇതാണ് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ നമ്മൾ കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്ന ഭാഗം. ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു വിചിത്രമായിട്ടുള്ള സാധനം വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടു. ഇതാണ് ഏറ്റവും ഷോക്കിംഗ് ആയിട്ടുണ്ടായിരുന്നത്. അതായത് വേറെ നാടുകളുടെ ഒറിജിനൽ കറൻസി വിൽക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടെ വരുമ്പോൾ നട്ട്സ് വിൽക്കാനുണ്ടായിരുന്നു. അതിൻ്റെ സൈഡിലായിട്ട് നമ്മുടെ ചെറിയ പാക്കറ്റുകളിൽ കിട്ടുന്ന വലിയ ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സും ഉണ്ടായിരുന്നു കൂടെ തന്നെ. പാക്കറ്റ്സിലായിട്ടാണ് ഇവർ നട്ട്സ് വിൽക്കുന്നത്. കുറച്ച് സൈഡിലേക്ക് പോകുമ്പോൾ അവിടെ വലിയൊരു
ഗ്ലാസ് ജാറുകളിൽ ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് വെച്ചിരിക്കുന്ന കാണാൻ കഴിയും. അതിൻ്റെ കൂടെ നട്ട്സ് ഉൾപ്പെടുന്നുണ്ട്. അങ്ങനെ സൈഡിലേക്ക് പോയപ്പോൾ കുറേ ഭരണി പോലത്തെ ചില്ലിൻ്റെ പാത്രങ്ങളിൽ അവർ ഇതുപോലത്തെ ഡ്രൈ ഫ്രൂട്ട്സും ചോക്ലേറ്റ്സും ഒക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് കാണാൻ കഴിയും. ഇവിടെ നമുക്ക് മെഷർ ചെയ്തിട്ട് കറക്റ്റ് എമൗണ്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സ് സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയുന്നതായിരിക്കും. ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മൾ ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ്, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെ സെക്ഷനാണ് വന്നിരിക്കുന്നത്. നമ്മൾ തന്നെ ഇവിടുന്ന് നമുക്ക് തന്നെ പാക്ക് ചെയ്തിട്ട് ആവശ്യമുള്ള ഫ്രൂട്ട്സൊക്കെ അവിടെ കൊണ്ടുപോയിട്ട് അവസാനം ബില്ലിട്ടാൽ മതി. ഇപ്പം നമ്മൾ ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുറത്ത് വരുമ്പോൾ നോക്കുകയാണെങ്കിൽ അവിടെ കുറേ സൂട്ട്കേസൊക്കെ പുറത്ത് തന്നെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ എസ്കലേറ്റർ. ഈ ലുലുവിലെ വെച്ചിട്ട് ഏറ്റവും വലിയ എസ്കലേറ്റർ ഇതാണ്. ഇവിടെ നോക്കുകയാണെങ്കിൽ മേലേക്ക് വരുമ്പോൾ കുറേ ഫുഡ് ഐറ്റംസിൻ്റെ കടകൾ കാണാൻ പറ്റും. ഇവിടെ മെയിനായിട്ടുള്ള കടകൾ വന്നിട്ട് ചിക്കിങ്ങും പിസ്സ ഹട്ടൊക്കെയാണ്. ഇവിടെ മെയിൻ ഐറ്റംസ് വന്നിട്ട് ഫ്രൈഡ് ചിക്കൻ, മോമോസ് അങ്ങനത്തെ സാധനമൊക്കെയാണ് ഇവിടെ വെക്കുന്നത്. മാത്രമല്ല ഇവിടെ ടീ ഷോപ്സും കാണാൻ പറ്റും. ഇവിടെ ധാരാളം കഫയും ഉണ്ട്. ഇന്നൊരു സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല ജനത്തിരക്കുണ്ട്. ഇനി ഇവിടെ നമുക്ക് കാണാനുള്ളത് പ്ലേ സ്റ്റേഷനാണ്. പ്ലേ സ്റ്റേഷൻ വന്നിട്ട് നമ്മൾ ഏറ്റവും ഡൗൺ ഫ്ലോറിലാണ് പ്ലേ സ്റ്റേഷൻ. പ്ലേ സ്റ്റേഷൻ്റെ അടുത്തായിട്ടാണ് കാറിൻ്റെയും ബൈക്കിൻ്റെയും പാർക്കിങ്ങിൻ്റെ സ്ഥലം വരുന്നത്. നമ്മൾ കയറി വരുമ്പോൾ തന്നെ കാറ് പാർക്ക് ചെയ്തിട്ട് കയറി വരുന്ന സമയത്ത് തന്നെ നമുക്ക് പ്ലേ സ്റ്റേഷനാണ് കാണാൻ കഴിയുന്നത്. ഇവിടെ പല ടൈപ്പ് ഗെയിംസ് ഉണ്ട്. അതിൽ ഏറ്റവും വെറൈറ്റി ആയിട്ടുണ്ടായിരുന്നത് ബൈക്ക് റേസിംഗ് ഗെയിംസ് ആയിരുന്നു. ശരിക്കും ഒരു ബൈക്കിൻ്റെ മുകളിലിരുന്ന് ഓടിക്കുന്ന ടൈപ്പാണ് അവർ ഉണ്ടാക്കിയിരിക്കുന്നത്. മാത്രമല്ല ഇവിടെ ലക്കി ഡ്രോ ഉണ്ട്. ആദ്യം നമ്മൾ പൈസ കൊടുത്ത് കാർഡ് വാങ്ങിച്ച് ആ കാർഡിലുള്ള പൈസ ഉപയോഗിച്ച് നമുക്ക് ഗെയിംസ് കളിക്കാൻ പറ്റും. അത് കഴിഞ്ഞ് ഗെയിമിൽ നമ്മൾ അതിൽ കൊടുത്തിരിക്കുന്ന സ്കോർ എത്തിക്കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ താഴേന്ന് കുറച്ച് കാർഡ്സ് കിട്ടും. ആ കാർഡ്സ് എത്രത്തോളം കളക്ട് ചെയ്യുന്നോ ആ കളക്ട് ചെയ്യുന്ന നമ്പറിൽ വെച്ചിട്ടുള്ള നമുക്ക് ഗിഫ്റ്റ് നമുക്ക് കിട്ടുന്നതായിരിക്കും. മാത്രമല്ല അല്ലാണ്ട് തന്നെ കളിക്കാൻ പറ്റുന്ന ചില ഗെയിംസും ഉണ്ട്. അത് നമുക്ക് ഡയറക്റ്റായിട്ട് ഗിഫ്റ്റ് കിട്ടുന്നതാണ്. ഇവിടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഗെയിം ബാസ്കറ്റ് ബോൾ ഗെയിംസ് ആയിരുന്നു. ഇത്ര അടുത്തായതുകൊണ്ട് എളുപ്പത്തിലിടാൻ കഴിഞ്ഞു. ഇതിൽ ഫേസ് ചെയ്തിരുന്നൊരു കുഴപ്പം വന്നിട്ട് ബാസ്കറ്റ് അതിനെ ഉള്ളിലേക്ക് പോയി കഴിയുമ്പോൾ അത് എടുക്കാൻ പെടുന്ന പാടാണ്. ഇവിടെ വേറൊരു വെറൈറ്റി ഗെയിം കണ്ടു. അത് വന്നിട്ട് ഒരു വീട് പോലത്തെ ഒരു സാധനത്തിനകത്ത് കയറണം. അപ്പോൾ കുറേ ബോൾസ് വന്ന് ലോഞ്ച് ആവും. ആ ബോൾസൊക്കെ കൂടി എടുത്തൊരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് എത്രത്തോളം ബോൾസ് ഇടുന്നു അത്രത്തോളം പോയിന്റ് കിട്ടുന്ന ഒരു ഗെയിമായിരുന്നു. ഇതെന്താ സാധനം എനിക്ക് മനസ്സിലായില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. മാത്രമല്ല ഇവിടെ വന്നപ്പോൾ എൻ്റെ സ്കൂളിലത്തെ കുറേ ക്ലാസ്മേറ്റ്സിനും കാണാൻ പറ്റി. ഇവിടെ നോക്കിയപ്പോൾ എനിക്ക് എൻ്റെ ധാരാളം സ്കൂളിലത്തെ ക്ലാസ്മേറ്റ്സും ഫ്രണ്ട്സിനെയൊക്കെ കാണാൻ പറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ വെറൈറ്റി ടൈപ്പ് ഗെയിം. പിന്നെ കുറേ ലൈറ്റിങ് വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരുന്ന ഒരു ബൈക്ക് റേസിങ്ങിൻ്റെ ബൈക്ക് നമുക്ക് കാണാൻ പറ്റി. പക്ഷേ ഇതിൻ്റെ ഡിസ്പ്ലേ സെപ്പറേറ്റ് അല്ലാത്തതുകൊണ്ട് അതിൻ്റെ ഫ്രണ്ടിലുള്ള ബട്ടൺസൊക്കെ കുറവായിരുന്നു. മാത്രമല്ല ഇവിടെ ബൈക്ക് റേസിംഗ് മാത്രമല്ല കാർ റേസിംഗ് ഗെയിംസും ഉണ്ട്.
ഇവിടെ നല്ല ക്വാളിറ്റിയുള്ള ഡിസ്പ്ലേ ആണ് ഗെയിംസിന് വരുന്നത്. ഇനി നമുക്ക് ഗെയിം സ്റ്റേഷനിൽ മേലേക്ക് കയറാം. ഏറ്റവും ഡൗൺ ഫ്ലോറിലാണ് ഗെയിം സ്റ്റേഷൻ ഉണ്ടായിരുന്നത്. ഞാൻ മേലേക്ക് കയറി വന്നിരിക്കുകയാണ്. ഇവിടെ ഷൂക്കേസൊക്കെ വിൽക്കുന്ന കൂട്ടത്തിൽ ഒരു പ്രത്യേക ടൈപ്പ് ചെയർ കണ്ടു. താഴെ നോക്കുകയാണെങ്കിൽ അവിടെ ജ്വല്ലറി വരെ ഉണ്ട്. ഇപ്പം നമ്മൾ ടോപ്പിലത്തെ വ്യൂ ആണ് കാണുന്നത്. സൺലൈറ്റ് അകത്തേക്ക് വരാൻ വേണ്ടിയിട്ട് അവിടെ ഗ്ലാസുകൾ വെച്ച് ഡെക്കറേറ്റ് ചെയ്തിരിക്കുകയാണ്. അവിടെ വാഷിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ മേലത്തെ ഫ്ലോറിലേക്ക് വന്നത്. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒരു കഫേറ്റേരിയ എനിക്ക് കാണാൻ കഴിഞ്ഞു. ഇനി നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ നോക്കുമ്പോൾ വ്യൂ കാണാം. ഇതാണ് ആ വ്യൂ. അതായത് നമ്മുടെ ലുലുവിൻ്റെ ഫ്രണ്ടിലുള്ള റോഡ് വരെ നമുക്ക് കാണാൻ പറ്റി. മാത്രമല്ല ഇവിടെ സൺഷൈൻ ഉണ്ട്. സൺഷൈൻ്റെ താഴെക്കോടാണ് നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് കയറി വന്നത്. മാത്രമല്ല ഫ്രണ്ടിൽ കുറച്ച് ചെടികളൊക്കെ നട്ടു വെച്ചിരിക്കും. നമുക്ക് ഈ ഗ്ലാസ്സിൽ കൂടെ നോക്കിയാൽ കാണാൻ പറ്റും. മാത്രമല്ല ഇതുവഴി പോകുന്ന കെ എസ് ആർ ടി സി ഒക്കെ അവിടുത്തെ ബസ് സ്റ്റോപ്പിൽ സ്റ്റോപ്പ് ചെയ്യാനാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ലുലുവിലേക്ക് വരാൻ തന്നെ നമുക്ക് സെപ്പറേറ്റ് ബസ് കിട്ടുന്നതായിരിക്കും. ആ ബസ് ലുലുവിൻ്റെ സൈഡിലായിട്ട് പാർക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്ക് ലുലുവിലേക്ക് വരാനായിട്ട് വേറെ ബസ് സ്റ്റോപ്പിൽ നിന്ന് വേറെ വെഹിക്കിളിൻ്റെ ഒന്നും സഹായം തേടേണ്ടി വരില്ല. ഇപ്പം നോക്കുകയാണെങ്കിൽ നമുക്ക് ദൂരെയുള്ള ബിൽഡിങ്സൊക്കെ കാണാൻ കഴിയും. ഇവിടെ നിന്ന് നോക്കിയാൽ താഴെ കാർ പാർക്കിംഗ് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ കഴിയും. മാത്രമല്ല ഫുഡ് ഐറ്റംസ് ഇരുന്ന് കഴിക്കാനുള്ള സ്ഥലം ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഗൈസ് ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ. അപ്പോൾ നമുക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു വീഡിയോ ആയി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.